ഹായ് ഹലോ നമസ്കാരം. തഗ് ലൈഫ് 38 വർഷങ്ങൾക്ക് ശേഷം കമലഹാസനും മണിരത്നവും കൂടിയിട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ് നമ്മുടെ തഗ് ലൈഫ്. ഒരുപാട് വർഷങ്ങളായിട്ട് ഇത് പെട്ടിയിൽ കിടന്നൊരു ഫിലിമാണ്, അല്ലെങ്കിൽ ഒരുപാട് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ മുടങ്ങിയിട്ടുള്ളൊരു സിനിമയാണ്. പക്ക പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറിയാണിത്. അതുകൊണ്ടായിരിക്കും പല മിക്സഡ് റിവ്യൂസ് പറയുന്നത്. കാരണം പലരും ഞാൻ റിവ്യൂസ് കണ്ടു. ഞാൻ ഈ സിനിമ ഫസ്റ്റ് ഷോ കണ്ടതാണ്. അത് എനിക്ക് ജോലി സംബന്ധമായ കാര്യങ്ങളെ കൊണ്ട് നമുക്ക് റിവ്യൂ പറയാൻ പറ്റിയിട്ടില്ല. പക്ഷേ എനിക്ക് ഈ സിനിമ പേഴ്സണലി എനിക്ക് ഇഷ്ടമായിട്ടൊരു സിനിമയാണ്. ഇതൊരിക്കലും ഒരു ലോകേഷ് കനകരാജിൻ്റെ സിനിമയല്ല, ഇതൊരു വെട്രിമാറിൻ്റെ സിനിമയല്ല, ഇത് പക്ക മണിരത്നത്തിൻ്റെ സിനിമയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ നമുക്കറിയാം, വളരെ കാവ്യാത്മകമായിട്ടുള്ള സംഭാഷണങ്ങൾ ഉണ്ടായിരിക്കും, വളരെ രസകരമായിട്ടുള്ള ഒരുപാട് ഷോട്ടുകൾ ഉണ്ടായിരിക്കും, ഒരുപാട് ആർട്ടിഫിഷ്യാലിറ്റിയെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് ആളുകൾക്ക് ഒരുപാട് ആർട്ടിഫിഷ്യാലിറ്റിയെ മനസ്സിലാക്കി തരുന്ന ഒരു ഡയറക്ടറാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഗംഭീരമായിട്ടുള്ള ഒരു മേക്കിംഗ് എനിക്ക് ഈ സിനിമയിൽ കാണാൻ സാധിച്ചു. കമലഹാസൻ അടക്കമുള്ള ആളുകൾ മണിരത്നം കൂടിയിട്ടാണ് ഈ സ്ക്രിപ്റ്റൊക്കെ എഴുതിയിട്ടുള്ളത്. പ്രൊഡ്യൂസർ കമലഹാസനുണ്ട്, മണിരത്നമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മഹേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം ഇതിൽ പ്രൊഡ്യൂസറാണ്. ഇതിൽ DOP ചെയ്തിരിക്കുന്നത് നമ്മുടെ രവി കെ ചന്ദ്രൻ. ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹം ഒരുപാട് മലയാള സിനിമകൾ, പഴയ ഒരുപാട് സിനിമകളൊക്കെ DOP ചെയ്തിട്ടുള്ള ആളാണ്. സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്, ഗംഭീരമായിട്ടുള്ള ഫ്രെയിമുകളൊക്കെ. പുരാതന ദില്ലിയൊക്കെ ആ സിനിമയിൽ ആദ്യം കാണിക്കുന്നുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ആ സിനിമ കാണിക്കുന്നത്. ആദ്യമൊക്കെ കമലഹാസൻ്റെ 3 റോളുകൾ ഇതിൽ കാണിക്കുന്നുണ്ട്. 3 റോൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ കമലഹാസനെ വളരെ വിൻറ്റേജ് ആയിട്ട്, വളരെ ക്യൂട്ടായിട്ട് കാണിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും അതൊരു വേറൊരു റോളിലേക്കും കമലഹാസൻ മാറുന്നുണ്ട്. മൂന്നാമത്തത് പിന്നെ ക്ലൈമാക്സിലോട്ട് അടുക്കുമ്പോൾ ഉള്ള ഒരു ക്യാരക്ടറാണ്. അങ്ങനെ ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ സിനിമയുടെ നമ്മളെ എഡിറ്റർ എന്ന് പറയുന്നത് ശ്രീകർ പ്രസാദ്. എൻ്റെ മോനെ എഡിറ്റിംഗ് ഒക്കെ രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് 2.25 മണിക്കൂർ പടമുണ്ട്. എനിക്ക് തോന്നുന്നത് കുറേ വെട്ടി ചുരുക്കിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ പടം പക്ക കയ്യിൽ നിന്ന് പോയനെ. മ്യൂസിക് ബൈ നമുക്കറിയാം AR റഹ്മാൻ, ദ ലെജൻഡറി മാൻ. നമുക്കറിയാൻ സാധിക്കും മ്യൂസിക്കൊക്കെ ചെയ്തിരിക്കുന്ന AR റഹ്മാനാണ്. നോ വേർഡ്സ്, അറിയാമല്ലോ, പറയേണ്ട ആവശ്യമില്ല എങ്ങനെയെന്നൊക്കെ. നമുക്ക് പറയാൻ പോലും അർഹതയില്ലാത്തൊരാളാണ് അദ്ദേഹത്തെയൊക്കെ. അപ്പോൾ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് പക്ക പ്രിഡിക്റ്റബിൾ എന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഈ സ്ക്രിപ്റ്റ് ബേസ് മാത്രമല്ല, ഇത് സാധാരണ ഒരു ഗ്യാങ് വാറാണ്. ഒരു ഗ്യാങ് ആണ്. ആ ഗ്യാങ്ങിലെ ഒരു ഗാങ്സ്റ്റർ ആയിട്ടുള്ള ആളാണ് കമലഹാസൻ. അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ആളുകളാണ് ജോജു ജോർജ് ഉണ്ട്, നാസറുണ്ട് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായിട്ട്. ഒപ്പം തന്നെ സിലംബരസൻ STR ഇതിൽ അദ്ദേഹത്തിൻ്റെ ഒരു വളർത്ത് പുത്രൻ്റെ പോലെയൊക്കെ അദ്ദേഹത്തെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ മെയിൻ കാസ്റ്റിംഗ് ഒക്കെ പോകുന്നുണ്ട്. ജോജി ജോർജ് രസമായിട്ട് ചെയ്തിട്ടുണ്ട്. മലയാളിയായിട്ടുള്ള ഐശ്വര്യലക്ഷ്മി ഉണ്ട്. ഐശ്വര്യലക്ഷ്മി ഇതിൽ അവസാനത്തോടെ വരുന്നുള്ളൂ, പക്ഷേ മെയിനായിട്ടൊരു ക്യാരക്ടറാണ്. കുറച്ച് പലയിടത്തും ഓവറായെന്നൊരു സംശയം തോന്നി. അഭിരാമി മലയാള സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള, നമ്മുടെ ജയറാമിൻ്റെ ഞങ്ങൾ സന്തുഷ്ടരാണെന്നൊരു സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആ ഒരു ക്യാരക്ടറായിട്ടുള്ള ഒരു ലേഡി അഭിരാമി രസമായിട്ട് ഇതിൽ കമലഹാസൻ്റെ വൈഫായിട്ട് ചെയ്തിട്ടുണ്ട്. തൃഷ വളരെ മോശമായി തോന്നി. തൃഷയുടെ ആവശ്യമൊന്നുമില്ല. മണിരത്നത്തിന് ഒരു ക്യൂട്ട്നെസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ആക്ട്രസ് വേണം, അതുകൊണ്ട് എടുത്തിട്ടിരിക്കുക. തൃഷയുടെ ആവശ്യമൊന്നുമില്ല. എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടില്ല തൃഷയായിട്ട്. ഉറപ്പായി എനിക്ക് കമലഹാസൻ തൃഷ തമ്മിലുള്ള ആ ഒരു ജോഡികളൊന്നും അങ്ങോട്ട് മാച്ച് ആവാത്തൊരു, അത് വേറൊരു പരിപാടിയാണ്. സിനിമ കാണുകയാണെങ്കിൽ മനസ്സിലാവും. അപ്പോൾ ഈ ഗ്യാങ് വാർ നടക്കുന്ന സമയം, ഒരു ഗ്യാങ് ആണ്. ആ ഗ്യാങ് വാർ എല്ലാം കഴിഞ്ഞിട്ട് ഡൽഹിയാണ് കൂടുതലും ഈ സിനിമയിൽ കാണിക്കുന്നത്. പല സ്റ്റേറ്റുകളും പല സ്ഥലങ്ങളും ഗോവ അടക്കമുള്ള സ്റ്റേറ്റുകളിൽ ഈ പടം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഗ്യാങ് വാറിന് ഇടയ്ക്കായിട്ട് ഇതിങ്ങനെ സ്പ്ലിറ്റായിട്ട് പോയി കഴിഞ്ഞിട്ട് കമലഹാസൻ ഒരു തിരിച്ചുവരവുണ്ടല്ലോ. ആ ഒരു തിരിച്ചുവരവാണ് സെക്കൻഡ് ഹാഫ് ഉള്ളത്. ഫസ്റ്റ് ഹാഫ് ഇതിൽ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള പരിപാടികൾ കാണിക്കുന്നുണ്ട്. അവരുടെ ഫാമിലി കാണിക്കുന്നുണ്ട്, അവിടുത്തെ പൊളിറ്റിക്സ് കാണിക്കുന്നുണ്ട്, അവിടെയുള്ള ആളുകൾ അദ്ദേഹത്തെ എത്രമാത്രം ബഹുമാനിക്കുന്നു കാണിക്കുന്നുണ്ട്. അദ്ദേഹം കൊലപാതകം ചെയ്ത് ജയിലിൽ പോകുന്നുണ്ട്. അവിടെ എല്ലാം കമലഹാസൻ ആസ് എ ആക്ടർ ഗംഭീരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം പല എക്യുപ്മെൻസുകൾ യൂസ് ചെയ്യുന്ന ഒരു ആക്ടറാണ് കമലഹാസൻ. കാരണം ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ഒരു ടേബിൾ, ഈ ഒരു ബെഞ്ചുണ്ട്, ഒരു ടേബിളുണ്ട്, അടുത്തൊരു തൂണുണ്ട്, അതെല്ലാം അങ്ങനെയുള്ള അതൊക്കെ പുള്ളിക്കാരൻ യൂസ് ചെയ്യും. പിന്നെ പുള്ളിക്കാരനെ അറിയാമല്ലോ, കാരണം അത് ഒരു യൂണിവേഴ്സൽ സ്റ്റാർ അല്ലെങ്കിൽ ഒരു ഉലക നായകൻ എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ല. കാരണം പുള്ളിക്കാരൻ എല്ലാ വേഷം ചെയ്യുന്ന ആളാണ്. ഇതിൽ വളരെ രസമായിട്ട് പുള്ളിക്കാരൻ ഇമോഷൻസ് ഒക്കെ രസമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. കാരണം കമലഹാസൻ ഒരിക്കലും അങ്ങനെ മമ്മൂക്ക ലാലേട്ടൻ ചെയ്യുന്ന പോലെ മമ്മൂക്ക ചെയ്യുമ്പോൾ അങ്ങനെ പൊട്ടിക്കറിയേണ്ട ആവശ്യമൊന്നുമില്ല. പുള്ളിക്കാരൻ്റെ ആ ഒരു ശബ്ദം വന്നിട്ട് അറിയാൻ മതി, നമുക്ക് മനസ്സിലാവും. പുള്ളിക്കാരൻ്റെ ആ ഒരു ഡബ്ബിങ് എല്ലാം രസമായിട്ട് ഇതിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ ഓരോ സ്റ്റേജും ആക്ഷൻ, ഞാൻ പറയാം ആക്ഷൻ സെക്കൻഡ് ഹാഫിലാണ്, ആക്ഷൻ ഫസ്റ്റ് ഹാഫിൽ ആക്ഷൻ ഇല്ലയെന്നല്ല. പിന്നെ STR സിലംബരസൻ ഇമാതിരി പെർഫോമൻസ് എന്ന് പറയും. കാരണം പുള്ളിക്കാരന് പറ്റിയ ആ ഒരു ലുക്ക്, ഒരു കോസ്റ്റ്യൂം, അതുപോലെ തന്നെ പെർഫോമൻസ് ബേസ് നോക്കുകയാണ്. എനിക്ക് പുള്ളിക്കാരൻ ഡബ്ബിങ് ഭയങ്കര ഇഷ്ടമാണ്. ആ ശബ്ദം ഭയങ്കര ക്യൂട്ടാണ് കേൾക്കാൻ. അത് STR രസമായിട്ട്, സിംബു രസമായിട്ട് ചെയ്തിട്ടുണ്ട്. തൃശ്ശയായിട്ടുള്ള കോമ്പിനേഷനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീലായി തോന്നി. പേഴ്സണലി ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ജോജു ഞാൻ പറഞ്ഞല്ലേ, ജോജു ഒരു മലയാളിയായിട്ടുള്ള തമിഴ് സംസാരിക്കുന്ന ആളായിട്ട് രസമായി ചെയ്തിട്ടുണ്ട്.
അതുപോലെ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് അങ്ങനെ പോകുന്നു. സെക്കൻഡ് ഹാഫിൽ കമലഹാസനെ അല്ലേ ഒരു തിരിച്ചുവരവ്, ഒരു കംബാക്കാണ് കമലഹാസൻ്റെ. അതിൽ ആക്ഷൻ അൻപറിവാണ് ആക്ഷൻ ചെയ്ത്, ആക്ഷൻ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ ഞെട്ടിപ്പോയി പല ആക്ഷൻസൊക്കെ. വിശ്വരൂപം കണ്ട് ഞെട്ടിയതാണ് ഒരു വട്ടം. കാരണം ആക്ഷൻ കമലഹാസൻ ഈ പ്രായത്തിൽ പുള്ളിക്കാരൻ്റെ ഒരു ജമ്പിങ്, ഓരോ പുള്ളിക്കാരൻ്റെതായിട്ടുള്ള, ഞാൻ മലയാളത്തിൽ അങ്ങനെ ലാലേട്ടനെയാണ് കണ്ടിട്ടുള്ളൂ. ലാലേട്ടനെക്കാട്ടിലൊക്കെ എത്രയോ ഗംഭീരമായിട്ട് തമിഴിൽ ആക്ഷൻ ചെയ്യും. എനിക്കൊന്ന് അമിതാഭ് ബച്ചൻ കഴിഞ്ഞ ഇന്ത്യൻ സിനിമയിൽ ഈ ഒരു പ്രായത്തിൽ ആക്ഷൻ ചെയ്യുന്ന ഒരാളെ എനിക്ക് പേഴ്സണലി, അമീർ ഖാൻ ഓക്കെയാണ്, പക്ഷേ കമലഹാസൻ, നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ കമലഹാസൻ്റെ ഒരു ആക്ഷൻ പരിപാടി എളുപ്പമല്ലോ. ഓരോ ക്ലൈമാക്സിൽ സിംബുവിൻ്റെ ഒരു ആക്ഷൻ അപ്പുറത്ത് കാട്ടുമ്പോൾ കമലഹാസൻ്റെ അപ്പുറത്ത് വേറൊരു ആക്ഷൻ, ഗംഭീരമായിട്ടുള്ള ആക്ഷനാണ് ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. അത് ഗംഭീരമായിട്ട് തന്നെ ആക്ഷൻ സീക്വൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊപ്പം ആർട്ട് വർക്ക്, ഇതിൻ്റെ ഡയറക്ടർ എനിക്ക് പേര് ഓർമ്മയില്ല, ആർട്ട് വർക്ക് ഇതിൽ ചെയ്തിരിക്കുന്നത് ഗംഭീരമായിട്ട്. ഓരോ ആർട്ട് വർക്കുകൾ, ഓരോ ഫ്രെയിമുകൾ കാണിക്കുമ്പോൾ ഒക്കെ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഓരോ ഫ്രെയിമുകൾ, ഓരോ പഴയ കെട്ടിടങ്ങൾ കാണിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം പോലെ പറവകളെ കാണിക്കുന്ന സീനുകൾ, ഓരോ സ്ഥലങ്ങൾ കാണിക്കുമ്പോൾ ഒക്കെ അതിൽ മഞ്ഞ് പൊട്ടി വരുന്നൊരു സീനൊക്കെ മാക്സിമം രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മഞ്ഞ് പൊട്ടി വരുന്ന സീനിൽ കമലഹാസൻ്റെ കുറച്ച് പരിപാടികളുണ്ട്, പക്ഷെ പലർക്കും ദഹിക്കില്ല. സംഭവം ഒരു കത്തി പരിപാടിയാണ്, പക്ഷെ അത് കമലഹാസനായിട്ട് നമ്മളത് കാണുമ്പോൾ നമ്മൾ കമലഹാസനെ ആ ഒരു ഇതിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യിക്കും. കമലഹാസൻ ഫീൽ ചെയ്യിച്ചിട്ടുണ്ട്. സോങ്സുകളൊക്കെ അധികം ഓവറൊന്നുമില്ല, 2-3 സോങ്സ് ഉണ്ട്, അത് രസമായിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പറഞ്ഞാൽ ഇതൊരു ഒരു കംബാക്ക് സ്റ്റോറിയാണ്. ഒരു ഡോൺ എന്നുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് ആണ് ക്ലൈമാക്സിൽ പറയുന്നത്. ഒരു പയ്യൻ ഒരു കതിരും നെൽക്കതിരും അതുപോലത്തെ ഒരു ചുറ്റയൊക്കെ എടുത്തുകൊണ്ട് പാടത്തൂടെ